കേരള മുൻ താരം പരിശീലകൻ സോണി ചെറുവത്തൂർ ചേരുന്നു. സോണി, സ്വാഗതം. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ ആരാധകർ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ സന്തോഷം. അല്ല, ഇത്തരത്തിലുള്ള മത്സരത്തിൽ ചേസ് ചെയ്യാൻ തന്നെയാണ് നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് എന്നുള്ള വലിയ വേദിയിലേക്ക് എത്തുമ്പോൾ അവരുടെ ബാറ്റേഴ്സിനൊക്കെ തന്നെ ഒരു നല്ല പ്രകടനം, ഒരു നല്ല നോക്ക് നടുക്ക് കിട്ടുക എന്നുള്ളത് നിർണായകമാണ്. അങ്ങനെ സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ഒക്കെ തന്നെ ആദ്യം ബാറ്റ് ചെയ്താലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള പ്രശ്നത്തിലായിരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ ചെറിയൊരു നിരാശ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. സഞ്ജുവിന് അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സഞ്ജുവിന് എന്തെങ്കിലും അവസാന ഘട്ടത്തിലെങ്കിലും ഒരു പ്ലേയിങ് ലെവലിൽ കടന്നുകൂടുമോ എന്നൊക്കെ തന്നെ ആഗ്രഹിച്ചവരാണ് പല ആളുകളും. പക്ഷേ നിരാശയാണ്. ഇഷാൻ കിഷൻ കിട്ടിയ അവസരം മുതലെടുത്ത് അങ്ങനെ പ്ലേയിങ് ലെവലിലെ സ്ഥാനവും ഉറപ്പിച്ചിരിക്കുന്നു. അല്ല, അതിനോടൊപ്പം തന്നെ തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ആ മധ്യനിരയിൽ ഏറ്റവും സുപ്രധാനമായ ചില ഇന്നിങ്സുകൾ ടീം ഇന്ത്യക്ക് വേണ്ടി സമീപകാലത്ത് കളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിരുത്തി മറ്റൊരു വലങ്കയ്യൻ പാറ്റേണിനെ പരീക്ഷിക്കാനുള്ള ധൈര്യം എനിക്ക് പക്ഷേ നമ്മുടെ ടീം മാനേജറിന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വലിയ ടൂർണമെന്റ് ആണ്. പലതരത്തിലുള്ള കോമ്പിനേഷൻ, പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് കളിച്ചു പോകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് അല്ല, ഒരു റൈറ്റ് ഹാൻഡർ ഓപ്പൺ ചെയ്യണം. ആ ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ സഞ്ജു സാംസണ് ലോകകപ്പിലും ഒരു അവസരം ലഭിച്ചേക്കാം. എന്തായിരിക്കും ഇതിലെ ഒരു ഗുഡ് സ്കോർ അല്ലെങ്കിൽ ഒരു ഗുഡ് ടോട്ടൽ എന്ന് എന്തായിരിക്കും താങ്കളുടെ ഒരു പ്രതീക്ഷ? അതായത് ഇന്ത്യ 300 ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ കരുതിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഇന്ത്യയുടെ ഒരു മികച്ച സ്കോർ എന്തായിരിക്കും? അല്ല, നമുക്കറിയാം, ഈ നമ്മൾ കഴിഞ്ഞ ന്യൂസിലാൻഡുമായിട്ടുള്ള സീരീസിലൊക്കെ ഇഷാൻ കിഷന്റെ ഫോമും അല്ലെങ്കിൽ നമ്മുടെ മധ്യനിരയുടെ ശക്തിയും അഭിഷേക് ശർമ്മയുടെ തുടക്കമൊക്കെ നോക്കുന്ന സമയത്ത് 271 നമുക്ക് വളരെ അനായാസം നമ്മൾ അടിച്ചെടുക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. വാങ്കഡയിലെ ബോള് നല്ല രീതിയിൽ ബാറ്റിലേക്ക് വരുന്ന, അല്പം ബൗൺസ് ഉള്ള ബോളിന്റെ അടിയിൽ വന്ന് വലിയ സിക്സറുകൾ പറത്താൻ സാധിക്കുന്ന വാങ്കഡയിലെ വിക്കറ്റിൽ എനിക്ക് തോന്നുന്നു 300 എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സ്കോർ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് തന്നെയാണ്. നമ്മുടെ ആരാധകരും കമന്റ് ബോക്സുകളിൽ നിറയുന്നുണ്ട്. ബാറ്റിംഗ് ഇന്ത്യ, അവന്മാർ ചേസ് ചെയ്യാൻ വേണ്ടി ബൗളിംഗ് തിരഞ്ഞെടുത്തു എന്നൊക്കെ തന്നെ ധാരാളം ആളുകൾ പറഞ്ഞു. സഞ്ജു കളിച്ചില്ലെങ്കിലും ടീമിലുണ്ടായാൽ ജയം ഉറപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ ലോകകപ്പ് നേടുമ്പോൾ സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നു, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എന്തായാലും ആരാധകരും നിറയുന്നുണ്ട് കമന്റ് ബോക്സുകളിൽ. ഇന്ത്യക്ക് വിജയാശംസകൾ നേരുന്നുണ്ട്. സഞ്ജു ഇല്ലേ എന്നുള്ളൊരു സംശയം പങ്കുവയ്ക്കുന്നു. സഞ്ജു ഇല്ല ഈ മത്സരത്തിന്. പക്ഷേ സഞ്ജുവിന് മറ്റു മത്സരങ്ങളിലൊക്കെ തന്നെ ഇടം കിട്ടും. അല്ലെങ്കിൽ ഈ സോണി സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഞ്ജു തിരിച്ചു വരും, സഞ്ജു ടീമിലേക്ക് വരും. ഏഷ്യ കപ്പിലൊക്കെ സഞ്ജുവിന്റെ മധ്യനിരയിലെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സഞ്ജു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോണി, ഈ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക നമുക്ക് വെല്ലുവിളിയാകുമോ എന്നുള്ളത് ഒരു ചോദ്യം, അത് ശരിയാണോ എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ നാട്ടിൽ വെച്ച് നടന്ന മത്സരമാണ്, നസാവിൽ നടന്ന മത്സരമാണ്. അന്ന് ഇന്ത്യ വലിയ രീതിയിൽ ഒന്ന് വിറപ്പിക്കാനായിട്ടുണ്ട്. ഇന്ത്യക്ക് 19ാം ഓവറിലാണ് അന്ന് വിജയം പിടിച്ചെടുക്കാൻ സാധിച്ചത്. 118 എന്ന സ്കോർ പോലും. അത്തരത്തിൽ ഇന്ത്യയെ സാഹചര്യങ്ങളെ അറിയാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ വംശജരായ ധാരാളം കളിക്കാർ മുംബൈയിൽ കളിച്ചു വളർന്ന താരങ്ങളുള്ളപ്പോൾ തീർത്തും ഒരു ഏകപക്ഷീയമായ മത്സരമായി നമ്മൾ അതിനങ്ങനെ വിലയിരുത്തേണ്ടതുണ്ടോ? കഴിഞ്ഞ ലോകകപ്പ് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ആരെയും നിസ്സാരക്കാരായി കാണേണ്ടതില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. T20 ലോകകപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ആരെയും നിസ്സാരക്കാരായി കാണേണ്ടതില്ല, കാര്യമാക്കാതെ എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സന്ദേശമാണ് സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തുണ്ടായത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ലോകകപ്പിൽ വലിയ അട്ടിമറികളോടെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ സാധിച്ച USA ഈക്വറിയും തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ അവർക്ക് പ്രതികൂലമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ഏപ്രിൽ 2025 ശേഷം അവർക്ക് അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ സാധിച്ചിട്ടില്ല. ഒട്ടനവധി വിവാദങ്ങളിലൂടെയാണ് USA ക്രിക്കറ്റും പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമുക്കറിയാം, ക്രിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി കാര്യമായി തന്നെ ഒപ്പോണൻസിന് എടുക്കുന്നതാണ് ബുദ്ധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.